ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ വലകിൻ ലാ തശ്ഉറൂൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ശരി, ഇവിടെ 154-ാമത്തെ വചനം ആദ്യത്തെ ആയത്ത് തന്നെ വരും. ولا واو فتحة و لام فتحة ألف مد لا ലാമിന് ഫത്ഹ കൊടുത്തു. ലാമിൻ്റെ ഫേസാണ് ഫത്ഹ. ല എന്ന് വായിക്കും. അതിന് അലിഫ് കൊണ്ട് ദീർഘം കൊടുത്തു. ലെങ്തൻഡ് ലെറ്റർ അലിഫ്, ദീർഘാക്ഷരം അലിഫ്. ലാ വലാ തഖൂലു ത ഫത്ഹ ത ഖാഫ് ضم ഖു വാവ് മദ് ഖു തഖു ലാം ضم വാവ് മദ് ലു തഖൂലു. പിന്നെ ഒരു അലിഫുണ്ട്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെയും പറയാം. ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന ഒരു സവിശേഷമായ അലിഫാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, എഴുത്തിൽ മാത്രമുണ്ട്, പ്രത്യേകിച്ച് റോള് വായനയിലില്ല. അതവിടെ നിൽക്കട്ടെ. തഖൂലു അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും തഖൂലു എന്നാണ് വായിക്കുക, അതവിടെ ഉണ്ടാവും. വലാ തഖൂലു ഉദു ലിമൻ യുഖ്തലു ലിമൻ യുഖ്തലു. ഓക്കെ, യുക്ക് എന്ന കാഫിനെ വെളിവാക്കി ഉച്ചരിക്കണം കേട്ടോ. ഇൽഹാർ ചെയ്യണം. എങ്ങനെ ഇൽഹാർ ചെയ്യണം? കൽക്കലയോടുകൂടെ, അഥവാ നമ്മൾ മഹ്റജിൽ, ഖാഫിൻ്റെ മഹ്റജില്ലേ, നാവിൻ്റെ അങ്ങേയറ്റവും മേലണ്ണാക്കുമാണ് ഖാഫ്. അങ്ങനെ ആ ഖാഫിൻ്റെ മഹ്റജിൽ ശരിക്കും അവിടെ അനക്കണം. യുക്ക് 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 യുക്തലു യുക്തലു എന്ന് ഓതിയാൽ പോരാ. അതാണ് അതിൻ്റെ വിഷയം. യുക്തലു പോരാ, യുക്തലു യുക്തലു. ഇത് കഴിഞ്ഞ ദിവസത്തെ തൊട്ട് മുമ്പത്തെ പേജിലേക്ക് വരൂ നിങ്ങൾ. 23-ാമത്തെ പേജിൽ ഇതേപോലെ നമ്മൾ പറഞ്ഞ ഒരു ഭാഗമാണ് ഖറജത വജ്ഹക ശത്റ ജീമും ത്വാഉം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഖാഫ് തൊട്ട് മുമ്പത്തെ പേജിൽ ജീമും ത്വാഉം പറഞ്ഞു. പിന്നെ ബാ ഉണ്ട്, ദാലുണ്ട്. ബാഉം നിങ്ങൾക്ക് കഴിഞ്ഞ പേജിൽ ഏറ്റവും മുകളിലത്തെ ആയത്തിൽ അവസാനം കാണാം. എന്താണ്? അബ്നാഅഹും അബ് അബ്
ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇത്രയും 5 ആളുകൾക്ക് സുക്കൂൻ കൊടുത്ത് വായിക്കുമ്പോൾ അത് ശരിക്ക് പ്രസ് ചെയ്യണം. കട്ടി കൂട്ടണ്ട, ശബ്ദ വരണ്ട. അല്ലാതെ ഇഖ്റ, ഇഖ്തറബ, ഇഖ്റ, വസ്ജുദ്, വഖ്തരിബ്, അബ്നാ. അതേപോലെ ഇവിടെ യുഖ്തലു, വലാ തഖൂലു ലിമൻ യുഖ്തലു. ഫീ സബീലില്ലാഹി അംവാത്ത്. അംവാത്തുൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ബാ ആണ്. തുൻ കഴിഞ്ഞിട്ട് എന്നുള്ള ശബ്ദത്തിന് ശേഷം ബാ വന്നാൽ എന്ന നൂനിൻ്റെ ശബ്ദം എന്ന് മീമായി മാറും. കൂട്ടി ഓതുമ്പോൾ ഇത് അംവാതുംബൽ എന്നാണ് ഓതേണ്ടത്. മണിച്ചിട്ടൊക്കെ ഓതണം. അംവാതുംബൽ. പക്ഷെ നമുക്കവിടെ നിർത്താൻ ഒരു അനുവാദമുണ്ട്. ജീമ് കണ്ടില്ലേ, ജായിസ്, അതൊരു ചാൻസാണ്. അപ്പം നമുക്കത് അവിടെ നിർത്താം. നിർത്തുമ്പോൾ നീട്ടി അങ്ങ് പോയിക്കോളൂ കേട്ടോ. അംവാത്ത്. ഓക്കെ, ഞാൻ ഓതിത്തരാം അതുവരെയുള്ള ഭാഗം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്. ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. ഓക്കെ, ഇനി കൂടെ നോക്കൂ. വലാ തഖൂലു, ഒതുക്കോളൂ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആയത്താട്ടോ ഇത്. ശുഹദാക്കളായ ആളുകളെക്കുറിച്ച്, അള്ളാൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് അവർ മരിച്ചു എന്ന് പറയണ്ട, അവർ അള്ളാഹുവിൻ്റെ പക്കൽ ജീവനോടെയുള്ളവരാണ്, നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ പല വിധത്തിലും വരാം. പരീക്ഷണം വരുമ്പോൾ എന്താണ് വിശ്വാസികൾ ചെയ്യേണ്ടത്? അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്വലവാത്തും അതേപോലെ റഹ്മത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 153 വരെയുള്ള വചനങ്ങളാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. 183-ാമത്തെ വചനത്തിൽ അല്ലാഹു ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ അവർ ഒരിക്കലും മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാ, എന്നാൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, എന്നാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. ഈ വചനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകളെ സംബന്ധിച്ചാണ്. ക്ഷമയെപ്പറ്റിയാണല്ലോ ഇതിന് മുമ്പുള്ള തൊട്ട് ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൽ
ജീവൻ നഷ്ടപ്പെട്ട, രക്തസാക്ഷിത്വം വരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് സ്വാഭാവികമായും അത് മുഖേനയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ദുനിയാവിലെ ഒരുപാട് പ്രയാസങ്ങൾ. പക്ഷെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ അവരെപ്പറ്റി വ്യാകുലപ്പെടേണ്ടതില്ല. അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവുന്നവർ പോയി എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. ബല്ലഹിയാ, അത് സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബല്ലഹിയാ ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ് എന്ന് തന്നെ അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒന്നുകൂടി വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ അവരുടെ ആത്മാവിനെ അള്ളാഹു പക്ഷിരൂപത്തിലാക്കി സ്വർഗലോകത്തിലൂടെ അവർ യഥേഷ്ടം പാറിക്കളിക്കും. എന്നിട്ട് അവർ ഈ സ്വർഗത്തിലെ അനുഭൂതികളൊക്കെ അവരിങ്ങനെ കാണുകയാണ്, അനുഭവിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇത്രയും വലിയ സ്വർഗത്തിലൂടെ അവരിങ്ങനെ വിഹരിക്കുകയാണ്, അവർ യഥേഷ്ടം പറന്ന് കളിക്കുകയാണ്. അപ്പോൾ അവർ പറയും, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളൊന്ന് മടക്കി തന്നു, ഒന്നുകൂടി അള്ളാഹുവേ നിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയും, അത് കഴിയില്ല. ദുനിയാവിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് മടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് തിരിച്ചു പോവുക എന്നത് സാധ്യമല്ല. മറ്റെന്താഗ്രഹവും നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം എന്ന് അള്ളാഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് അള്ളാഹു പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്ന പല രൂപങ്ങളാണ് പറയുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇവിടെ അറബി ഭാഷ അറിയുന്നവർക്കറിയാം, തഅക്കീദിൻ്റെ 2 ലഫ്ളുകളാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ല, ഒന്ന് ന, രണ്ടും ഉറപ്പിച്ച് പറയുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയത്തിൽ നിന്ന് അല്പം നൽകി. വൽ ജൂഇ, വിശപ്പ് കൊണ്ട്. വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്ത് കൊണ്ടുള്ള നഷ്ടം കൊണ്ട്. വൽ അൻഫുസി, ദേഹങ്ങളിലുള്ള നഷ്ടം കൊണ്ട്. വസ്സമറാത്ത്, ഫലവർഗങ്ങളിലുള്ള നഷ്ടം കൊണ്ട്. വബശ്ശിരി സ്വാബിരീൻ. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കും. ഇതിലെല്ലാം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഭയമായിരിക്കും, പലതരത്തിലുള്ള ശത്രുക്കളെ നൽകി അള്ളാഹു പരീക്ഷിക്കും. ഇപ്പോൾ പലസ്തീനിലും അതുപോലെ പല ഭാഗങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. അതുപോലെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല രൂപത്തിൽ ഭയം ഇട്ട് അള്ളാഹു പരീക്ഷിക്കും. വൽ ജൂഇ, വിശപ്പ് നൽകി അള്ളാഹു പരീക്ഷിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയുണ്ടാവുക, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള നഷ്ടം കൊണ്ട്, കച്ചവടത്തിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ഒക്കെ, വരുമാനങ്ങളിലൊക്കെ നഷ്ടം എന്നുകൊണ്ട് നമുക്ക് അള്ളാഹു പരീക്ഷണം നൽകും. അതുപോലെ തന്നെ ദേഹങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോവുക, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയും അള്ളാഹു പരീക്ഷിക്കും. ചിലപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുക, പെട്ടെന്നുണ്ടാകുന്ന മരണം, അപകട മരണങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു പരീക്ഷിക്കും. സമറാത്ത്, ഫലവർഗങ്ങളിലുള്ള പരീക്ഷണം, ഭക്ഷ്യക്ഷാമം,
അതുപോലെ നമുക്ക് എന്തൊക്കെ വരുമാന മാർഗങ്ങളുണ്ടോ അതൊക്കെ അടഞ്ഞു പോവുക. ഇങ്ങനെ പല രൂപത്തിൽ അല്ലാഹു പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളെ മുകളിലുള്ളവരേക്ക് നോക്കരുത്, ചെറിയവരിലേക്ക് നോക്കുക. നമുക്കിപ്പോൾ ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കും, നമ്മളെക്കാളും വലിയ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമുക്കൊരു പനിയും ഒരു തലവേദനയൊക്കെ വരുമ്പോൾ നമ്മളാകെ ടെൻഷനാവുക. ഇതിനേക്കാൾ വലിയ വളരെ വലിയ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രികളിൽ മാസങ്ങളോളം കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെപ്പറ്റി ആലോചിക്കുക. നമ്മൾക്ക് സാമ്പത്തികമായി ചെറിയ വിഷമുണ്ടാകുമ്പോൾ നമ്മളെക്കാൾ എത്രയോ വലിയ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, നേരത്തിന് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വലുതായി കാണാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സത്യവിശ്വാസിയുടെ സ്വഭാവം? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, വിപത്തുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഒരാൾ നമ്മൾ സാധാരണ ഇത് പറയുന്നത് ഒരാൾ മരണപ്പെട്ട് ഒരു മരണവാർത്ത കേട്ടാലാണ്. ഇത് മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, ഏത് തരത്തിലുള്ള മുസീബത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്ക് പറയേണ്ട, നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യം കേവലം നമ്മുടെ നാവ് കൊണ്ടുള്ള പറച്ചിലല്ല. ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റേതാണ്, നമ്മൾ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹിൻ്റെ തീരുമാനത്തിന് വിധേയമായി നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. അള്ളാഹ് തീരുമാനിച്ചത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഹൈറായാലും ഷർറായാലും അതൊക്കെ പടച്ചോൻ എനിക്ക് തീരുമാനിച്ച് തന്നതാണ് എന്ന അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ചെറിയ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമുക്ക് ബേജാറാവില്ല, നമ്മൾ ആടി ഉലയൂല. അവിടെയൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നല്ല അടിവേരുള്ള മരത്തെ പോലെ ഏത് കൊടുങ്കാറ്റിലും ആടി ഉലയാതെ ഉറച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. ഇന്നാ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അവനിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചെറിയ നശ്വരമാണ്. ഇവിടെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ക്ഷമിക്കാൻ നമുക്ക് പടച്ചവൻ്റെ അടുത്ത് വലിയ സ്വർഗ്ഗമല്ല അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. വറഹ്മ, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യമുണ്ട്. നമുക്ക് സഹാബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയില്ലേ, അവർ മക്കാ ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസങ്ങൾ സഹിച്ചു. ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തികമായും സാമൂഹികമായും മറ്റെല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ, രാഷ്ട്രീയമായും. പക്ഷേ മദീന ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ്, ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയില്ലേ. അപ്പോൾ ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ടാവും. വറഹ്മ, അവൻ്റെ കാരുണ്യം ഉണ്ടാവും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഇനി ദുനിയാവിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് അള്ളാഹിൻ്റെ വലിയ കാരുണ്യം ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ പറയുന്നില്ലേ, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലരായ ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു പറയും, അവർക്ക് മാത്രമാണ് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നത്. അപ്പോൾ ഒരു കയ്യും കണക്കുമില്ലാതെ ക്ഷമാശീലരായ ആളുകൾക്ക് അള്ളാഹു ധാരാളമായി പ്രതിഫലം നൽകുന്ന, അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. മാത്രമല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവനാണ് അള്ളാഹുവിൻ്റെ സന്മാർഗം പ്രാപിച്ചവർ. ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലുള്ള വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആടിയുലയുന്നവരല്ല, അതിനെപ്പറ്റി ടെൻഷൻ അടിയുന്നവരെന്താ എനിക്കിന്നെ മാത്രം ഇങ്ങനെ പഠിച്ചാൽ പരീക്ഷിക്കണം എന്ന് പറയുന്നവരല്ല അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചവർ. മറിച്ച് ഈ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമാവലംബിച്ച് അള്ളാഹുവിലെല്ലാം തവക്കുൽ ചെയ്യുന്നവരാണ് ക്ഷമാശീലർ. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ക്ഷമ അവലംബിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.